നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഞാൻ ഇപ്പോഴും പറയണ പോലെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസി ഗിഫ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവും, ഈ പറയുന്ന പോലെ ലച്ചാവതി അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരു കാലത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു പുള്ളിക്കാരനാണ് ഈ പറഞ്ഞ ജാസി ഗിഫ്റ്റ് അല്ലേ. പുള്ളിക്കാരനൊക്കെയാണ് ഈ ലച്ചാവതിയും പിന്നെ മറ്റേ ആ പാട്ടൊക്കെ പാടിയിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു കോളേജ് പരിപാടിക്ക് ചെന്നു. ബേസിക്കലി ഇപ്പോൾ കോളേജ് പരിപാടികൾക്കൊക്കെ സെലിബ്രിറ്റീസ് എല്ലാവരുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അവരവരെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ട് അവർ പോകും. അതാണ് അതിൻ്റെ പരിപാടി. ഇപ്പോൾ ജാസി ഗിഫ്റ്റ് വരുമ്പോൾ അവർ ഈ പറയുന്ന പോലെ ജാസി ഗിഫ്റ്റ് പെർഫോം ചെയ്തിട്ട് പോകും. അപ്പോൾ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ജാസി ഗിഫ്റ്റ് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ആ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കയറി ചെന്നിട്ട് മൈക്ക് മേടിക്കുക, അത് സംസാരിക്കുക. എന്താണിത്? ഒരുമാതിരി തോന്നിയവാസമാണ്. ഇതെന്തുവാടെ ഒരുമാതിരി ഒരു പഴയ ചിന്താഗതി ചിന്തിച്ചിട്ട് ഇപ്പോഴും ഈ കുറേ എണ്ണമുണ്ട്. അതായത് ഈ പണ്ടത്തെ നൂറ്റാണ്ട് ചിന്തിക്കുന്നവന്മാരുണ്ട്. തന്ത വൈബും ഒക്കെ ആയിട്ട് നല്ല വൈബും കൊണ്ട് നടക്കുന്ന ടീംസുകൾ കുറേ എണ്ണമുണ്ട്. അവർക്ക് ഈ പഴയ കാലത്ത് നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഇതിലാണ്. അതായത് ഞങ്ങളുടെ കാലം എന്തോ സമാധാനം സുന്ദരം. എന്തുവാടെ കുറേ എണ്ണം. സീരിയസ്ലി ജാസി ഗിഫ്റ്റ് വന്നു, പാടുന്നു, പിള്ളേർ എൻ്റർടൈൻഡ് ആവുന്നു, പോകുന്നു. അത് കുഴപ്പമല്ലോ ആണോ? ഇപ്പോൾ കോറസൊക്കെ ഇതിൽ പറയുന്ന പ്രിൻസിപ്പൾ പറയുന്നത് ഈ പറയണ കൂടുതലുള്ള ആൾ പാടിയത് കൊണ്ടാണെന്ന്. സോ വാട്ട്? പിന്നെ മറ്റേ അന്നക്കിളി നീ എൻ്റെ എന്നുള്ള പാട്ടിൽ പിന്നെ ജില്ലയിലെ എന്ന് പിന്നെ മറ്റേ ജാസി ഗിഫ്റ്റ് പിന്നെ എന്ത് ചെയ്യും? കോറസ് എന്ത് ചെയ്യും? ജാസി ഗിഫ്റ്റ് കോറസിന് ആരെങ്കിലും വേറെ ആൾ പാടണ്ടേ അല്ലേ? നിങ്ങൾ എന്ത് ഈ പറഞ്ഞ ഇപ്പോൾ മറ്റേ ഗുലുമാൽ എന്ന് പറഞ്ഞ പാട്ടില്ലേ മറ്റേ ഈ പടത്തില, അത് ഈ പറയുന്ന പോലെ പാടിയ ആൾ തന്നെയല്ലല്ലോ. അതായത് അയാൾ മറ്റേ അവൻ ആ കുലിക്കഴിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു ലൈൻ പാടിയിട്ട് കുറേ പേര് കോറസ് ഉണ്ടല്ലേ ഗുലുമാൽ എന്ന് പറയണേ. അതുപോലെ തന്നെയാണ് ഒരു ഈ ജില്ലയിലെ എന്നുള്ള പാട്ട് അല്ലേ. അതിനകത്ത് കോറസ് പാടാൻ 4 ഒരാൾ വേണം അല്ലേ, അല്ലെങ്കിൽ ആ പറയുന്ന പോലെ ജില്ലയിലെ എന്നുള്ളത് അല്ലേ പാടാൻ അറിയാൻ വേണ്ടേ? അത് ജാസി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതി. ഒരാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജാസി ഗിഫ്റ്റിനെ വിളിക്കുന്ന ആരും മോട്ടിവേഷൻ സ്പീച്ചിനൊന്നും അല്ലല്ലോ. നിങ്ങളിപ്പോൾ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു കോളേജ് പരിപാടി, എന്ത് പരിപാടിയായിട്ട് കോളേജ് പരിപാടിക്ക് നിങ്ങൾ സെലിബ്രിറ്റീസ് വിളിക്കുന്നു അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു സിനിമാ നടനാവാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാട്ടുകാരെ ആവാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ റാപ്പേഴ്സിനെ ആവാൻ വിളിക്കുന്നത്. അവരെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. അവർ വരുന്നു, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നു, പോകുന്നു. ഇപ്പോൾ തല്ലുമാല സിനിമയ്ക്കകത്ത് ഒരു സീനിൽ ടോവിനോ മറ്റേ ഗസ്റ്റായിട്ട് വരുന്ന സീനിൻ്റെ അകത്ത് ടോവിനോ പറയുന്ന പോലെ വരുന്നു, ഹാപ്പി ആക്കുന്നു, പോകുന്നു അല്ലേ. വന്നിട്ട് അവരുടെ സ്റ്റുഡൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, അവർ പോകുന്നു അല്ലേ. എല്ലാവർക്കും സന്തോഷമൊക്കെയാണ് അല്ലേ. ഇപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആക്ടേഴ്സും ആക്ട്രസസൊക്കെ ഈ കോളേജസിലൊക്കെ വരാറുണ്ടല്ലോ അല്ലേ. അവർക്കൊരു പ്രൊമോഷനും ആവും. ഏത് പടത്തിന് പ്രൊമോഷൻ കിട്ടും. പിള്ളേർക്കാണെങ്കിൽ എന്താ, അതായത് കോളേജ് വിദ്യാർത്ഥിനികൾക്കാണെങ്കിൽ ഒരു സന്തോഷമാണ്. നമ്മുടെ കോളേജ് ഇന്നാളൊന്നു കാണാൻ പറ്റി, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, എൻ്റർടൈൻഡ് ആകാൻ പറ്റി. അതാണ് എൻ്റെ പരിപാടി. അല്ലാതെ ഒരുമാതിരി പഴയ ചിന്താഗതി ചിന്തിക്കാതെ കേസ്. നമ്മൾ ഈ പഴയ ചിന്താഗതി ചിന്തിച്ചുകൊണ്ട് പുതിയ തലമുറയെ കാണുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ 90 കാലഘട്ടം അല്ലെങ്കിൽ 80 എന്നൊക്കെ വണ്ടി കിട്ടിയിട്ടില്ലേ? 80 90 എന്നൊക്കെ വണ്ടി കിട്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ. ഈ പറഞ്ഞ കോളേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലേ മാൻ. കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ, ചുമ്മാ കുറച്ച് സ്ട്രിക്ട്നെസ് കാണിച്ച് അങ്ങനെ ഒന്നുമല്ലല്ലോ. ഒരുമാതിരി കുറേ എണ്ണമുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പിള്ളേർ എൻജോയ് ചെയ്യരുത്. ആണും പെണ്ണും ഒരുമിച്ച് നടക്കാൻ പാടില്ല. പരിപാടി നടത്തുന്നതിന് പ്രശ്നം. ശരി, ഞാൻ വേണം അവർ പരിപാടി മുളക്കി എന്നൊന്നല്ല. കുളമാക്കിയിട്ടെന്ന് വെച്ചാൽ കുളമാക്കി തന്നെ ചെയ്ത് വേണം. പിള്ളേരൊരുമാതിരി അവിടെ കിടന്ന് അവരൊരു വൈബൊക്കെ നിൽക്കണേണ്. അല്ല, നമ്മളിപ്പോൾ ഒരു പാട്ടൊക്കെ പാടാൻ ഒരാൾ നിൽക്കുമ്പോൾ നമ്മളൊക്കെ നല്ല വൈബായിട്ടൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അപ്പം തന്നെ ഒരു മൈക്ക് വിളിച്ചുകൊണ്ട് തന്നെ മൈക്ക് എടുത്തിട്ട് പോയി സംസാരിക്കണം. എന്തുവാടേ ഈഗോ തലക്ക് പിടിച്ച് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കും. വിദ്യാഭ്യാസം വിവരവും രണ്ടാണ്. നിങ്ങൾക്ക് വിവരം ഉണ്ടാവണം എന്നൊരു സാധനമുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല വേണ്ടത്, മനുഷ്യനായ വിവരം എന്നൊരു സാധനം കൂടി വേണം. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച്, ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട്. പുതിയ തലമുറയെ മനസ്സിലാക്കുന്ന, പുതിയ തലമുറയോടൊപ്പം നടക്കുന്ന ടീച്ചേഴ്സ്
പ്രിൻസിപ്പൾമാർ. ഇപ്പോൾ നിങ്ങൾ ലീഡ് കോളേജിൽ മറ്റേ പ്രൊഫസർ മറ്റേ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, പുള്ളിക്കാരനെയൊക്കെ നമുക്കറിയാമായിരിക്കുമല്ലോ. ഐ മീൻ പുള്ളി അറിയാവുന്ന സെൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിക്കാരനെ പറ്റി കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ എത്രയോ പ്രിൻസിപ്പൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രയോ നല്ല ടീച്ചേഴ്സ് ഉണ്ട് പിള്ളേരുടെ വൈബ് മനസ്സിലാക്കുന്ന. ഇതിപ്പോഴും പഴയ ഇതിൽ നിൽക്കുന്നു, ഫോളോ ആക്കി പോകുന്നു. ജാസി ഗിഫ്റ്റ് മറുപടി പറഞ്ഞത് നല്ല കാര്യം, കാരണം നല്ല പക്വതയോട് കൂടിയിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ മാന്യമായി അദ്ദേഹം പറഞ്ഞു. ഭയങ്കര തെറ്റാണെന്ന് അല്ലേ. പിള്ളേര് കോളേജിലേക്ക് ജാസി ഗിഫ്റ്റിനെ വിളിച്ചു, അവരെന്തായാലും പൈസ മുടക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയണ ആ ഒരു സ്റ്റുഡൻസ് എല്ലാം കൂടി ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടോണോ ജാസി ഗിഫ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ജാസി ഗിഫ്റ്റ് അതിൽ ഫ്രീ ആയിട്ടൊന്നും പാടുന്നില്ലല്ലോ, ജാസി ഗിഫ്റ്റ് അതിന് കാശ് കൊടുക്കണ്ടേ അല്ലേ. അപ്പം എന്തായാലും അവർ ഈ പറയണ പോലെ ഫണ്ട് റൈസ് ചെയ്ത് അല്ലേ. നമ്മളിപ്പോൾ കോളേജിലെ പരിപാടിയൊക്കെ എങ്ങനെയാണ്, പിള്ളേർ കുറേ കോളേജുകളിൽ പിള്ളേർ പരിപാടി സെറ്റ് ചെയ്യും. അതായത് അവർ തന്നെ ഫണ്ട് കണ്ടെത്തി, അവർ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അവർ തന്നെ ഓടി നടന്ന് അവർ പരിപാടി വെക്കും. കോളേജിൻ്റെ ഉത്തരവാദിത്വം എന്താ, കോളേജ് ആ പരിപാടി നടത്താൻ സ്ഥലം കൊടുത്താൽ മതിയേ. പരിപാടി നടത്താൻ സ്റ്റേജ് അലവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈ പരിപാടി നടത്തുന്ന സംഭവം അലവ് ചെയ്യും. അല്ലാതെ ഇവിടെ കിടന്ന് അലവ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പ്രശ്നം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതുകൊണ്ട് വല്ല പ്രശ്നവും വരികയാണെങ്കിൽ അപ്പം നോക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡീൽ ചെയ്യാം. അല്ലാതെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് മേടിക്കുക, നിങ്ങളപ്പം എന്തൊരു ഇതാണ് ആ ഒരു ഇതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കലാകാരനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മളൊരാൾ പാടാൻ വന്നു, അയാൾ പാടുന്നു, അയാൾ പാടിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പം നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഹിം കംപ്ലീറ്റ്. ആ പിള്ളേർ അവിടെ തന്നെ ഉണ്ടല്ലോ, ആ വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഇല്ല, അവരോട് സംസാരിക്കാം പരിപാടി കഴിഞ്ഞിട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ ഓരോ തോന്നിയ ദിവസം കൈസ് ഭയങ്കര മോശമുണ്ട് ഞാൻ ഈ പറയണത്. നന്നാടോന്നേ പറയാനുള്ളൂ. അതായത് പ്രിൻസിപ്പൾമാരൊക്കെ എല്ലാം ചിന്തിക്കുക, പിള്ളേര് പുതിയൊരു പിള്ളേരാണ്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് നിങ്ങൾ കളിയാക്കുന്ന ഒരു ജനറേഷനാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ആ ജനറേഷനെ വെറുതെ മോശമാണോ എന്തൊക്കെ പറഞ്ഞത്. സോ അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു വീഡിയോ. ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്താം. ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും